ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിത് 7 മണിയായിട്ടുണ്ട്, ഹൈദരാബാദ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2-3 സ്റ്റോപ്പിൽ പോയാൽ ഇറങ്ങാനുള്ള സ്ഥലമാവും. അപ്പോൾ അതെല്ലാം നീറ്റ് കഴിഞ്ഞു. എന്നിട്ട് ഇതേ കണ്ണനൊക്കെ സൈഡൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നീറ്റുള്ളൂ, എൻ്റെ സൗണ്ട് മൊത്തത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇറങ്ങാനുള്ള ടൈമായി. ഹൈദരാബാദ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സിറ്റിയാണ് കേട്ടോ. അതേപോലെ തന്നെ ബിൽഡിങ്ങുകൾ ഒരുപാടാണ് കേട്ടോ. ബിൽഡിങ്ങുകൾ നമ്മുടെ ഈ നാട്ടിലത്തെ പോലെ സാധാരണ വീടുകളൊന്നും അവിടെ കാണാറില്ല കേട്ടോ. ഫുൾ അപ്പാർട്ട്മെൻറ്റുകളായിരിക്കും കേട്ടോ. അതേപോലെ ഒരുപാട് ജോലി സാധ്യതകൾ കൂടുതലുള്ളത് ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈദരാബാദാണ് കേട്ടോ. വർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് എന്താ പറയുക ജോലികൾ കിട്ടുന്ന ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈദരാബാദാണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നല്ല കേട്ടോ. ഇവിടെ അവരുടെ ലൈഫ് മാത്രമാണ് അവർക്ക് ചിന്തിക്കാൻ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പാർട്ട്മെൻറ്റ് ജീവിതമാണ്. പിന്നെ എന്താ നമ്മൾ രാവിലെ പോകണു, വർക്ക് ചെയ്യണു, വരുന്നു, നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്നു, അത് മാത്രമായിരിക്കും കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പോലെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ എന്താണോ, മറ്റുള്ളവരെന്താ ചെയ്യുക, അതൊന്നും ചിന്തിക്കില്ല ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് കാറിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഏട്ടൻ്റെ മാനേജറാണ് നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിത് ഒരു 8 മണിയായി, കറക്റ്റ് 8-8:30 ആകാറായിട്ടോ ഏകദേശം. അപ്പോൾ അത് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ പിക്ക് ചെയ്യാനുള്ള കാർ ദേ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാറ് ഇതേ കാർ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതേ ഞങ്ങളിതേ കാറിൽ കയറാൻ പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങളിത് സാർക്ക് 10 മണിയാകുമ്പോൾ ഓഫീസിൽ പോകേണ്ടതാണ്. ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടി വേഗം ഓടി വന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ വണ്ടി കയറി പോവാണ്. ഏട്ടൻ ഫ്രണ്ടിൽ ഇതേ 2 വീലറിൽ പോകുന്നുണ്ട് കേട്ടോ. ഏട്ടൻ്റെ മോനാണ് കേട്ടോ കാർ ഓടിക്കുന്നത്. അങ്ങനെ ഞങ്ങളിതേ അപ്പാർട്ട്മെൻറ്റിൽ എത്തിക്കഴിഞ്ഞു. ഇതാണ് സാറ് താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അത് ഇവിടെ ലിഫ്റ്റ് ഉണ്ട്, അതിൽ കയറിയിട്ട് നമ്മളിങ്ങനെ മുകളിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ സാറ് ലഗേജൊക്കെ എടുത്ത് ഞങ്ങൾ ലിഫ്റ്റിൽ കയറ്റാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇനി ഫ്രഷ് ആയിട്ട് ഒന്ന് വരാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഫ്രഷ് ആയി കഴിഞ്ഞു. അപ്പോൾ ആ ചേച്ചി ഇതേ ഒരു എന്താ പറയുക ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചു ഇത് റൈസാണെന്ന്, പക്ഷെ അത് റൈസല്ല, ഇത് പൊരിയും കൊണ്ട് ഉണ്ടാക്കിയൊരു ഫുഡാണ്. ആരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കിയത് എന്താ പറയുക പൊരിയും കൊണ്ടാണ് കേട്ടോ. ഞാനത് സത്യത്തിൽ ഇങ്ങനെ പൊരിയും കൊണ്ടൊക്കെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇത് കണ്ടപ്പോഴാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പൊരി നല്ല സോഫ്റ്റ് അല്ല, പക്ഷെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് നല്ല അലിഞ്ഞു പോകുന്ന സാധനം. പക്ഷെ ഇതെങ്ങനെ ഈ ലെമൺ റൈസ് പോലെയാണ് കാണാനുള്ളത്, പക്ഷേ അടിപൊളിയായിരുന്നു. പിന്നെ ഇതൊരു പപ്പട് പൊടി എന്ന് പറയും കേട്ടോ. അതും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് കഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും അവിടുത്തെ ഫുഡ് കേട്ടോ. ഇതിൻ്റെ പേര് ബൊർഗുരു എന്നാണ്. ഞാൻ എന്താ പറയുക ഇതിൻ്റെ ഫസ്റ്റായിട്ടാണ് കേട്ടോ ഈ പേരെന്നെ കേൾക്കുന്നത്. ബൊർഗുരു എന്നതാണ് ഇതിൻ്റെ ഒരു പേര്. ഈ സംഭവം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നമ്മുടെ സാധാരണ പൊരി കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളവിടെ അപ്പാർട്ട്മെൻറ്റിലെ ചേച്ചി താമസിക്കുന്ന, അതായത് മാനേജർ സാറിൻ്റെ വീട് ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റൂമിലാണ് ഞങ്ങൾ എന്താ പറയുക ഉണ്ടായിരുന്നത്. പിന്നെ ആ ചേച്ചി നമുക്ക് എന്താ പറയുക നല്ല സപ്പോർട്ടായിരുന്നു. നമ്മുടെ അടുക്കളയ്ക്ക് കയറ്റി വിടില്ല കേട്ടോ. കറക്റ്റ് ആ സമയത്ത് ഫുഡ് കഴിക്കാൻ മാത്രം വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കെയറിങ് ആയിരുന്നു കേട്ടോ നമ്മുടെ അടുത്ത്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ചേച്ചിയുടെ കിച്ചൺ. അപ്പോൾ ഈ സൈഡ് നമ്മളെ വാഷിംഗ് മെഷീനും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീട് കാണിച്ചിരുന്നു എന്നുള്ളൂ കേട്ടോ, ഞങ്ങൾ താമസിച്ച വീട്. പിന്നെ ഇതേ ഈ 2-3 റൂമുണ്ട് കേട്ടോ ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു റൂം അവർ ഒഴിഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി രാവിലെ ഇന്ന് എന്തായാലും നമ്മളെന്തായാലും പുറത്ത് പോകുന്നില്ല. അതാണ് പൂജാമുറി കേട്ടോ. തന്നെ ഒരു പൂജാമുറിയൊക്കെ ഉണ്ട്. ഇതൊരു ചെറിയ ഹാൾ കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ മോള് ബിട്ടു എന്നാണ് കേട്ടോ വിളിക്കുക നമ്മൾ. ഹൈ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിത് രാവിലെ ഇത് കോഫി കുടിച്ചുകൊണ്ടിരിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവിടുത്തെ പൊരി കൊണ്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു, ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ ഫുള്ള് അപ്പാർട്ട്മെൻറ്റുകളാണ് കേട്ടോ. ഇത് കണ്ടോ, ചുറ്റും അപ്പാർട്ട്മെൻറ്റാണ്. ഇതാ എല്ലാ അപ്പാർട്ട്മെൻറ്റാണ്. അതിൽ ഇത് ഇവിടെയാണ് ഇവരുടെ വീടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന ദിവസമായതുകൊണ്ട് നമ്മൾ എവിടെയും പോയില്ല കേട്ടോ. അമ്മയ്ക്ക് കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടന് പുറത്ത് പോകേണ്ട ആവശ്യം കൊണ്ട് ഏട്ടൻ റെഡിയായി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേക്ക്.